ഇറാന്റെ മടയിൽ കയറി ഹമാസിന്റെ തലവനെ കൊന്നൊടുക്കിയ ശേഷം ഇസ്രയേൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഇതോടെ ഹിസ്ബുള്ള ഹൂതി സംഘങ്ങൾ പേടിച്ചോടുകയാണ്. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ബങ്കറിൽ ഒളിച്ചു കഴിഞ്ഞു. എന്നാൽ അടുത്ത കുറി വീണിരിക്കുന്നത് യമനിലാണ്. ഹൂതികൾക്ക് നേരെ ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ 4 പാടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട് ഹൂതി വിമതർ. ഇസ്രയേലിന് നേരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചും വലിയ ആക്രമണം നടത്തിയും ഇസ്രയേലിന്റെ കപ്പലുകൾ ചെങ്കടലിൽ മുക്കിയും യമനിൽ ഹൂതി സംഘങ്ങൾ വലിയ അർമാദമായിരുന്നു. എന്നാൽ അതിനുള്ള അടിയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ്. ഒരേ സമയം ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും തീർത്തുകെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഹുദൈദയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണം യുദ്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണെന്ന് നിരീക്ഷകർ പറയുന്നു. അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹുദൈദ തുറമുഖം ഹൂതികൾക്ക് മാത്രമല്ല, യമന് മൊത്തത്തിൽ പ്രധാനമാണ്. തുറമുഖ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഹുദൈദയ്ക്ക് ചുറ്റും വെടിനിർത്തൽ നിരീക്ഷിക്കാൻ UN ഒരു പ്രത്യേക സംവിധാനം 2018 മുതൽ നിലനിർത്തുന്നുണ്ട്. 2018 അനുകൂല യമൻ സേന തലസ്ഥാനമായ സനയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം ഹൂതി വിമതർ നിയന്ത്രിക്കുന്ന ഹുദൈദ തുറമുഖ നഗരത്തിലേക്ക് മുന്നേറിയിരുന്നു. ഹുദൈദയുടെ തെക്ക് തീരപ്രദേശത്ത് സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണത്തെ നേരിടാനാകാതെ ഹൂതികൾ പരാജയം സമ്മതിച്ചു. ഹുദൈദ തുറമുഖം യമനികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ജീവനാഡി തന്നെയാണ്. രാജ്യത്തേക്കുള്ള ഭൂരിഭാഗം മാനുഷിക സഹായവും സാമ്പത്തിക വസ്തുക്കളും ഹുദൈദ തുറമുഖം വഴിയാണ് എത്തുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു പ്രശ്നം പോലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കും. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള മാനുഷിക സംഘടനകൾ രാജ്യത്ത് ഒരു ക്ഷാമം ഒഴിവാക്കാൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. അന്നു മുതൽ ഹുദൈദയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേൽ യമനെ വളഞ്ഞ് ഹുദൈദ പിടിച്ചെടുക്കാൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ജൂലൈ 20 പെട്രോളിയം സംഭരണ ടാങ്കുകളിലും തുറമുഖത്തിനടുത്തുള്ള ഒരു പവർ സ്റ്റേഷനിലും നടത്തിയ ആക്രമണത്തിൽ 6 യമൻ പെട്രോളിയം കമ്പനി തൊഴിലാളികൾ കൊല്ലപ്പെടുകയും 87 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതി അധികൃതർ അറിയിച്ചു. ഇപ്പോൾ ഇസ്രയേൽ ലബനനിലേക്കും ആക്രമണം ശക്തമാക്കുന്നതോടെ തങ്ങളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് യമനും ഹൂതി വിമതർക്കും വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലാണ് യമൻ സംഘം. നടന്ന ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളുടെ വിലയും നഷ്ടപ്പെട്ട സാധനങ്ങളുടെ മൂല്യവും 100 മില്യണിനധികം വരുമെന്ന് കണക്കുകൾ പുറത്തുവരുന്നു. ഇസ്രയേലിനെതിരെ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൂതി ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേൽ ഹുദൈദയെ ലക്ഷ്യമിട്ടത്. ജൂലൈ 19 ടെൽ അവീവിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും വേദനാജനകമായ മറുപടി ഇസ്രയേലിന് പ്രതീക്ഷിക്കാമെന്നും വക്താവ് മുഹമ്മദ് അൽ ബുഖൈദി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇസ്രയേൽ യമന് നേരെ ശക്തമായ രീതിയിൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂതി ആക്രമണങ്ങൾക്ക് മറുപടിയായി ജനുവരി മുതൽ US-ഉം UK-യും യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെങ്കിലും തുറമുഖത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇപ്പോൾ ഇസ്രയേലിന്റെ ഹുദൈദ ആക്രമണം മൂലം തുറമുഖത്ത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം തടസ്സപ്പെടുന്നത് കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹുദൈദയിലെ പ്രധാന തുറമുഖത്ത് ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ US-ഓ UK-യോ ഇസ്രയേലിനെ വിമർശിക്കുകയോ അപലപിക്കുകയോ ചെയ്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ യമനിലെ ഏകദേശം 21.6 ദശലക്ഷം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക സഹായം ആവശ്യമാണ്. പകുതിയിലധികം രാജ്യങ്ങളും ഇസ്രയേലി ആക്രമണത്തിന് മുൻപ് മതിയായ ഭക്ഷണം കഴിച്ചിരുന്നില്ല.